ഇതുവരെ ശേഖരിച്ച തെളിവുകൾ, അതായത് ഇ ഡിയുടെ അന്വേഷണത്തിൽ സാധാരണ രീതിയിൽ കടന്നു വരുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ്. ബാക്കിയൊക്കെ SFIയുടെ അന്വേഷണമുണ്ട്. SFI അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഇ ഡിയിൽ അന്വേഷണത്തിൽ പ്രസക്തിയില്ല എന്നതായിരുന്നു വാദം. പക്ഷേ അത് കോടതി ഇ ഡിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം ഇങ്ങനെ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഏറ്റവും പ്രാധാന്യമായത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ അവർ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും അനധികൃതമായി അനാവശ്യമായി പണം സമാഹരിച്ചു. അത് മുഖ്യമന്ത്രി മകൾ എന്ന രീതിയിൽ ഉള്ള അവരുടെ സ്വാധീനമാണ് അതിന് കാരണമായത് എന്ന ചോദ്യമാണ്. അതാണ് സ്വാഭാവികമായും ഇത് ഇത്ര വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നത്. മറ്റൊന്ന്, ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കറിയാം. CPM കേന്ദ്രങ്ങളിലടക്കം ആശയക്കുഴപ്പമുണ്ടാക്കിയ കേസാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിന് എന്തിന് തങ്ങൾ വില നൽകണമെന്ന ചോദ്യം CPM കേന്ദ്രങ്ങൾ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED എത്തിയപ്പോൾ അത് CPM പ്രതിരോധിച്ചതുണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളും ചെറുതല്ല. ഇപ്പോൾ ഇതാ വീണ ടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അവർ തന്നെ വിശദീകരിക്കട്ടെ എന്ന പൊതു നിലപാടിലേക്ക് CPM വരികയാണ്. ഒപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും. ഇതൊക്കെയാണ് CPM നേതാക്കൾ എടുത്ത ഇതുവരെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് എന്നതുകൂടിയാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ടതില്ല. പക്ഷേ ആ രീതിയിൽ പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല അവർ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ സമൻസ് ജൂൺ 12 ഹാജരാകാനായിരുന്നു ED ആവശ്യപ്പെട്ടതെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് രാവിലെ 10:30 ഹാജരാവാനുള്ള സമൻസ് എത്തുന്നത്. അങ്ങനെ അവർ എത്തുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൻ്റെ പശ്ചാത്തലം ഇതാണ്. വീണ ടിയുടെ ഉടമസ്ഥയിലുള്ള കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന ബംഗളൂരു ആസ്ഥാനമായ കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് യാതൊരു സേവനവും ലഭ്യമാക്കാതെ 2.78 കോടി രൂപ വാങ്ങി എന്നതാണ് ആരോപണം. ഈ ആരോപണത്തിലാണിപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ പണം വാങ്ങിയത് എന്തിന്, എന്തായിരുന്നു നീക്കം, ഇതിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ എന്ന സ്വാധീനം ഉറപ്പിക്കാൻ, അങ്ങനെയെങ്കിൽ അതിനും CMRLന് എന്ത് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഇടപാടുകൾ വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമാണ്. കള്ളപ്പണമല്ലേ കൈമാറിയത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. കള്ളപ്പണ ഇടപാടല്ലേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ്. അതാണ് ED അന്വേഷിക്കാൻ വരുന്നത്. സ്വാഭാവികമാണ്, ED അന്വേഷിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി കടന്നു പോകും. നേരത്തെ ഈ SFIക്ക് ലഭിച്ച ഒരു പരാതി, ആ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇന്നലെ ഈ CMRLൻ്റെ അധികൃതർ ശശിധരൻ കർത്തയുടെ പത്നിയും 2 മക്കളും ഹാജരാകുമ്പോൾ തന്നെ വലിയ പോലീസ് സുരക്ഷയുണ്ട്. സംസ്ഥാന പോലീസോ കേന്ദ്രസേനയോ, എന്താണ് അവിടുത്തെ ഒരു സേനാവിന്യാസത്തിൻ്റെ സ്വഭാവം എന്താണ്? വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ? ഒപ്പം CPMൻ്റെ എന്തെങ്കിലും അനുയായികളോ പ്രവർത്തകരോ അവരുടെയൊക്കെ ഒരു പങ്കാളിത്തം അവിടെയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാഴ്ച കാണാൻ കഴിയുന്നുണ്ടോ? സജിത്ത്, നമുക്കറിയാം ഇത്തരത്തിൽ പോലീസിന് ഇതിനു മുൻപൊന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ പോലീസിന്റെ വിന്യാസം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇതിനെ പോലെ നിർണായകമായിട്ടുള്ള പല കേസുകളിലും ഈ ED ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്യും. ED ഉദ്യോഗസ്ഥർ ഈ രാഷ്ട്രീയ പ്രവർത്തകരെ ആയിക്കോട്ടെ, സിനിമ താരങ്ങളെ ആയിക്കോട്ടെ, അവരെയൊക്കെ പലതവണ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും കാണാത്തൊരു പോലീസിന്റെ വിന്യാസം ഇവിടെ ഉള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, അന്ന് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഒരു അതിക്രമം ഉണ്ടായിരുന്നു. ആ അതിക്രമത്തെ തുടർന്ന് തന്നെയാണ് പോലീസ് ഈ കൊച്ചിയിലെ ഓഫീസിൽ പോലും ആളുകളെ, പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവിടെ കേന്ദ്ര സേനയുണ്ട്, അവർ ഈ ഓഫീസിനുള്ളിലാണ്. പുറത്തായിട്ട് കേരള പോലീസുമുണ്ട്. കേരള പോലീസിന്റെ കടവന്ത്ര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത് വരുന്നത്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു പ്രതിഷേധമോ മറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്
പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. ബാരിക്കേഡ് അടക്കം ഇവിടെ നിരത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും ഈ നേരത്തെ തന്നെ, അതായത് തിരുവനന്തപുരത്തുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിപരമായിട്ടുള്ള കേസാണ്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, പാർട്ടി ഇത് പ്രത്യേകിച്ച് നിലപാടുകളോ പ്രതിഷേധമോ ഒന്നും തന്നെ നടത്തുകയില്ല, അതിന്റെ ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ആ പാർട്ടി എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പ്രതിഷേധത്തിനുള്ളൊരു സാധ്യതയൊന്നുമില്ല. പാർട്ടി പ്രവർത്തകരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഒരു മുൻകരുതൽ എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. മറ്റ് ആളുകൾ, പാർട്ടി പ്രവർത്തകരാരും തന്നെയില്ല. വീണ വിജയൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ED ഓഫീസിലേക്ക് എത്തും. വീണയോടൊപ്പം എംഎൽഎയും ഭർത്താവുമായ മുഹമ്മദ് റിയാസും ഉണ്ടാകും. അങ്ങനെ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ വിജയൻ അല്പസമയത്തിനുള്ളിൽ, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമൻസ് അയച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ വീണ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു മറുപടിയായിരുന്നു നൽകിയത്. ഇവിടെ ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടൊരു നടപടി മാത്രം, ഒരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ അത് തടയുക എന്നത് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ നിലവിലുണ്ടാകില്ല. പാർട്ടി അത് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരിവിടെ എത്തിയത് ഒരു സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ്. ബാരിക്കേഡ് അന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധത്തിന് ശേഷമാണ് കൊച്ചിയിലെ ED ഓഫീസിലും ഇത്രയും ബാരിക്കേഡും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിക്കാനായി തീരുമാനിച്ചത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യൽ അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളതാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിനെ മറ്റൊരു തലം കൂടി, മറ്റൊരു രീതിയിലേക്ക് കൂടി ഈ ഒരു കേസിനെ വായിച്ചെടുക്കേണ്ടത്. പക്ഷേ ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് വീണ ടി എന്നൊരു വ്യക്തി മാത്രമാണ് അവിടെ ഒരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ED ഉദ്യോഗസ്ഥർ കടക്കുക. ഇതിൽ മറ്റേ അറസ്റ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ ED ഉദ്യോഗസ്ഥർ കടക്കുമില്ല. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു കേസുമല്ല. ഈ ഹൈക്കോടതി നേരത്തെ അത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന ഭാഗമായി കൂടുതൽ കാര്യങ്ങൾ EDക്ക് വീണ ടിയിൽ നിന്നും ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി അറിയേണ്ടത് വീണയ്ക്ക് എത്രമാത്രം രേഖകൾ EDക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കുമെന്നതാണ്. പ്രത്യേകിച്ച് 10 വർഷമായി നടത്തുന്ന ഈ ഒരു സാമ്പത്തിക ഇടപാട്, ഈ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതിലെ മറ്റ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, ഇവരുടെ നൽകിയ സേവനം, ഇതിലെല്ലാം ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചോദ്യം ചെയ്യലും. വീണ എന്തായാലും ആവശ്യമായിട്ടുള്ള രേഖകളുമായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമൻസിലടക്കം എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളതെന്ന് ED നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു, പറയുകയും ചെയ്തിരുന്നു വീണ ടിയോട്. അഭിഭാഷകനോടൊപ്പം തന്നെ അഭിഭാഷകനും ഒപ്പം ഉണ്ടാകും. അഭിഭാഷകൻ മുഖേന നേരത്തെ ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് വീണ ടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് ED ആവശ്യപ്പെടുന്ന കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ CMRലുമായിട്ട് എക്സാലോജിക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, ശശിധരൻ കർത്തയുമായിട്ട് ഏത് തരത്തിലുള്ള സംഭാഷണമാണ് ഇവർ നടത്തിയത്, ഈ സാമ്പത്തിക ഇടപാടിലേക്ക് നയിച്ച കാര്യം എന്താണ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ചോദിച്ചറിയുക. അതോടൊപ്പം തന്നെ സജിത്ത്, വീണ ടിയുടെ 3 അക്കൌണ്ടുകളാണ് ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് ശേഷം മരവിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു HDFC അക്കൌണ്ട് അടക്കമുണ്ട്. അങ്ങനെ 3 അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിന്റെ ഉദ്ദേശം ഈ 3 അക്കൌണ്ടുകളിലേക്കും ഈ കേസുമായി ബന്ധപ്പെട്ട, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീണയുടെ ഈ 3 അക്കൌണ്ടുകളിലേക്കാണ് CMRൽ നിന്നും പണം എത്തിയത്, CMRൽ നിന്നും സഹോദര സ്ഥാപനത്തിൽ നിന്നും പണം എത്തിയതെന്നാണ് ED ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള 3 അക്കൌണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. വീണ വിജയന്റെ ഒരു പേഴ്സണൽ ഫോൺ അന്വേഷണ സംഘം അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതിയിലേക്ക് അയച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ശശിധരൻ കർത്തയുടെ ഒരു ലാപ്ടോപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അന്ന് ശരണസ് കർത്ത നൽകിയ വിവരമനുസരിച്ച് ശശിധരൻ കർത്തയും വീണ വിജയനും തമ്മിലുള്ള ഇടപാടുകൾ നടത്തിയത്, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ ലാപ്ടോപ്പ് മുഖേനയും മൊബൈൽ ഫോൺ മുഖേനയും എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും വിവരങ്ങൾ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അത് റിക്കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. തെളിവുകളാണല്ലോ EDക്ക് പ്രധാനമായും വേണ്ടത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്ത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. എന്തായാലും ആ ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷമായിരിക്കും കോടതിയിൽ ED ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും ശരണസ് കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന്
ശേഷം ചിലപ്പോൾ വീണയെ വിളിച്ചു വരുത്തിയേക്കാം. അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള വീണയുടെ മറുപടിയിൽ സംതൃപ്തരാണെങ്കിൽ ഇനിയുള്ളൊരു ചോദ്യം ചെയ്യൽ ഇ ഡി ഒഴിവാക്കുമായിരിക്കും. പക്ഷേ ഇതിൽ നിർണായകമായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ തെളിയിക്കുക അല്ലെങ്കിൽ രേഖകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നതും. ഇനി നേരത്തെ SFIO നൽകിയ രേഖകൾ, SFIO ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അന്ന് കണ്ടെത്തിയ രേഖകളെല്ലാം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു. ആ രേഖകളും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ. അതിലിനി ശരണസ് കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന് കേൾക്കുന്നു. ഇനി ജയ കർത്തേനെ ചോദ്യം ചെയ്യുമോ അല്ലെങ്കിൽ വീണ വിജയനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്നതൊക്കെ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.